ഓം നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം ഹ്രീം ഹൗം നമ ശിവായ. ഓം ശ്രീ ശിവമഹാപുരാണം അത് സംഗ്രഹിച്ച് എഴുതിയത് പാരായണം ചെയ്തു വരുന്നു. 79ാമത്തെ ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. നമ്മൾ ത്രിപുരാന്തകനെ കണ്ടു, ജലന്ധരനെ വധിച്ചതായിട്ടുള്ള ഭഗവാനെ കണ്ടു. ഇനി ശംഖചൂടനെ വധിച്ചതായിട്ടുള്ള ആ ലീലകളാണ് ഇനി പറയുന്നത്. വിഷ്ണുവും ശിവനും കൂടിയിട്ട് കാണിക്കുന്നതായിട്ടുള്ള ലീല വളരെ പ്രസിദ്ധമാണ്. നമുക്കത് കേൾക്കാം. എല്ലാ പുരാണങ്ങളിലും ഇതുണ്ട്. ശ്രീ ഗുരുവായൂരപ്പ ചിലത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചിലത് സൂചനയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. നമുക്ക് കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ. ഓം നമ ശിവായ. ഓം ഹ്രീം നമ ശിവായ. ഓം ഹ്രീം ഹൗം നമ ശിവായ. ഓം വ്യാസനോടോതി സനൽകുമാരൻ മുത മറ്റൊരു രുദ്രകഥ ചൊല്ലാം ശ്രേഷ്ഠമായി. ശംഖചൂടൻ മഹാകേമൻ അസൂരരിൽ ഭക്തിമാൻ ശംഭുവിൻ ശൂലത്താൽ വധ്യനായി. ബ്രഹ്മാവിൻ പുത്രൻ മരീചിക്കു പുത്രനായി കശ്യപനു നൽകി ദക്ഷൻ സുതകളെ പത്നിമാരായി 13 പേരെ അതിൽ ഉണ്ടായതനുവിന് വിപ്രജിത്തി സുതൻ. ദംഭൻ അവൻ സുതൻ ധർമ്മിഷ്ഠനെങ്കിലും പുത്രനുണ്ടായില്ല, ദുഃഖിച്ചു പത്നിയും. വിഷ്ണുവിൻ ഭക്തൻ ജിതേന്ദ്രിയൻ ശുക്രനെ കണ്ടു നേടി കൃഷ്ണമന്ത്രം ഫലപ്രദം. ഇപ്പോൾ കശ്യപൻ്റെ മക്കള് അവർക്ക് 13 മക്കളുണ്ട്. അതിൽ ദിതി, ധനു ഒക്കെ ആസുരഭാവത്തിലുള്ള കുട്ടികളെയാണ് കശ്യപന് ഉണ്ടായത്. അപ്പോൾ അവരെ പ്രത്യേക രീതിയിലാണ് അവരുടെ ഭജനയും കാര്യങ്ങളൊക്കെ. ലോകം മുഴുവൻ തങ്ങളുടേതാവണം, അത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സാത്വികത നശിപ്പിച്ചുകൊണ്ടാകുമ്പോഴാണ് അസുര രാക്ഷസ ഭാവമായിട്ട് മാറാം. ഇപ്പോൾ ഇവിടെ സുദാമാവ് ഗോലോകത്തു നിന്ന് രാധയുടെ ശാപം കാരണം ഇവിടെ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നു. അവിടെ തുളസിയുമായിട്ട് ചെറിയ ഒരു താല്പര്യമുണ്ടായതുകൊണ്ട് അത് ഭൂമിയിൽ വെച്ചിട്ട് അവിടെ വെച്ച് പറ്റില്ല. അപ്പോൾ അത് ഭൂമിയിൽ വെച്ചിട്ടായിക്കോട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അപ്പോൾ അതിനനുസരിച്ചാണ് ഇങ്ങനെ ഒരു ശാപം വന്നത്. അപ്പോൾ ആ ശാപത്തിനനുസരിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ കൃഷ്ണമന്ത്രം, അതായത് കൃഷ്ണ കവചമായിട്ട് ശംഖചൂടനുണ്ട്. അതേപോലെ വിഷ്ണുവിൻ്റെ ഭക്തനുമാണ്. ഇവിടെ ആസുരഭാവത്തിലായതുകൊണ്ട് ശിവഭക്തനായിട്ട് മാറി. അപ്പോൾ പൂർവജന്മ സ്മരണ കൊടുത്തു. അതൊരു വല്ലാത്ത അത്ഭുത. സാധാരണ എല്ലാ അസുരന്മാർക്കും കൊടുക്കാത്തതായിട്ടൊരു ഭാവമാണ് പൂർവ്വജന്മസ്മരണ. അപൂർവം ചില ഭക്തന്മാർക്ക് മാത്രം കിട്ടുന്നതായിട്ടൊരു അനുഭവമാണ് ഈ പൂർവ്വജന്മസ്മരണ. അപ്പോൾ അത് തുളസിക്കുമുണ്ട്, ശംഖചൂടനുമുണ്ട്. ഇവിടെ ധനു പുത്രികൾ മക്കളില്ലാഞ്ഞിട്ട് കുറച്ചൊരു വിഷമിച്ചു. ദംഭൻ അദ്ദേഹത്തിൻ്റെ സുതൻ ധർമ്മിഷ്ഠനാണ് എങ്കിലും വിപ്രജിത്തിയുടെ മകനാണ് ദംഭൻ. ഇപ്പോൾ പുത്രനില്ലാത്തതുകൊണ്ട് വിഷ്ണുവിനെ ഭജിച്ചു. ആ ദംഭൻ്റെ പുത്രനായിട്ടാണ് അതും പുഷ്കരത്തിൽ അനവധി കാലം തപസ് ചെയ്തിട്ടാണ്, മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിട്ടാണ്. സാധാരണ അസുരന്മാർ അങ്ങനെ പതിവില്ല. എന്നാലും ശരി, അത് ഫലിച്ചു. അങ്ങനെയാണ് ഈ ഭക്തനായിട്ടുള്ള സുദാമാവ് ഭക്തനായിട്ടുള്ള വേഷത്തിൽ തന്നെ സ്വഭാവത്തോട് കൂടിയിട്ട് ശംഖചൂടനായിട്ട് ഇവിടെ ജനിച്ചത്. ആ രംഗമാണ് ഈ പറയണം. പുഷ്കരത്തിൽ ചെന്നു ചെയ്തു തപസ് ദൃഢം, ലക്ഷവർഷം അപ്പോൾ തേജസ്വിയായവൻ. ഇന്ദ്രൻ ഭയന്നു സുരർക്കൊപ്പം ബ്രഹ്മനെ കണ്ടു നമിച്ചോതി കാര്യത്തിൻ ഗൗരവം. ബ്രഹ്മാവിതു കേട്ടു ചെന്നു പാലാഴിയിൽ, നന്നായി സ്തുതിച്ചു പരിഹാരം കാണുവാൻ. അജ്ഞരാം ഞങ്ങളെ കാക്കണം പാലക, ലക്ഷ്മീപദേ രക്ഷ ചെയ്യണേ സർവഥാ. വിഷ്ണു സ്തുതി കേട്ടു പുഞ്ചിരിച്ചു തഥാ, ചൊല്ലി സുരരെ വിടൂ ദുഃഖമൊക്കെയും. ദംഭന്റെ നല്ല തപസ്സിനാലുണ്ടായ ചൂടാണിത്, എൻ്റെ ഭക്തനാണ് ഇവർ. അപ്പോൾ ബ്രഹ്മാവ് പറയണത് ബ്രഹ്മാവിൻ്റെ ഭക്തനാണെന്നാ. ദംഭന്റെ ഈ തപസ് നിങ്ങൾക്ക് ചൂടുണ്ടാവും, അത് സാരില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന്. ഇനി കുഴപ്പം വരാൻ പോണേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, സാരമില്ല. എന്ത് സാരമില്ല, അനുഭവിക്കുന്നവനാണ് ഈ വിഷമേ. ദേവന്മാരും ഇന്ദ്രനും വല്ലാതെ കണ്ട് ഇനി ദുഃഖം അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോഴും ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അത് ദമ്പൻ്റെ ഈ തപസ്സിൻ്റെ ചൂടുണ്ടാ, അതല്ല ഇനി വരാൻ പോണത്. ശംഖചൂടൻ കാര്യം മിടുക്കനാണെങ്കിലും ദേവന്മാരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ അതിലേറെ മിടുക്കനാ. അപ്പം അതിന് വരാൻ പോകുന്നുണ്ട്.
ശ്രീ ഗുരുവായൂരപ്പ. നൽകാം വരം തപം നിർത്താം സുഖം തരാം എന്നോതി ശ്രീഹരി കണ്ടുടൻ ദംഭനെ. ചൊല്ലി മധുരമായി ആശ്വാസവാക്കുകൾ അപ്പോൾ നമിച്ചു അസൂരൻ കൃതാർത്ഥനായി. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് മഹാവിഷ്ണു ഈ ദംഭൻ്റെ അടുത്ത് പ്രത്യക്ഷമാകണു. എന്താ വരം വേണ്ട ചോദിക്കുന്നു. വാഴ്ത്തി ത്രിലോകേശ പാലക വന്ദനം ലക്ഷ്മീപദേ ഭക്തവത്സല പാഹിമാം. പുത്രനില്ലാ ദുഃഖം തീർത്തു തരേണമേ മൂലോകജേതാവാം പുത്രനെ നൽകണേ. സാധാരണ ചിലവരെങ്ങനെയാ വെച്ചാൽ എനിക്ക് എല്ലാം നേരെയാവണം, അങ്ങനെയാണ്. ചിലവരങ്ങനെയല്ല, എൻ്റെ പുത്രൻ കേമനാവണം അങ്ങനെയാണ്. ഇപ്പോൾ രാവണനൊക്കെ ഞാൻ കേമനാവണം എന്നാണ്. എന്നിട്ടും പുത്രൻ കേമനായിട്ടോ മേഘനാഥൻ, അത് വേറെ വിഷയം. ചിലവരങ്ങനെയല്ല. ചിലവർ ഞാൻ കേമനാവണം. ഈ അസുരന്മാരുടെ രണ്ട് തരത്തിലുള്ള ഭാവമാണ്. എൻ്റെ പുത്രൻ കേമനാവണം. ഈ രംഭൻ കരംഭൻ, അതിൽ ഈ രംഭൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? എനിക്ക് പുത്രൻ കേമനായിട്ടുണ്ടാവണം. അങ്ങനെയാണ് മഹിഷാസുരൻ ഉണ്ടായത്. പക്ഷേ രംഭൻ്റെ തപസ് വെറുതെ ആയില്ല. ആ ജന്മം പോയി എങ്കിലും പിന്നത്തെ ജന്മത്തിൽ രക്തബീജനായിട്ടാണ് വന്നത്. രക്തബീജൻ മഹാകേമൻ തന്നെയാണ്. ഈ വരത്തിൻ്റെ ബലാണോ, വരം വാങ്ങണേൻ്റെ പ്രശ്നമാണോ, അതോ വേറെ എന്തെങ്കിലും വിഷയമാണോ എന്നറിയില്ല. എന്തായാലും മഹിഷാസുരനാണ്, മകനാണ് കേമനായിട്ട് വന്നത്. അതിപ്പോൾ ഈ വരം ഇങ്ങനെ ആയതുകൊണ്ടാവും എന്നാക്കി തോന്നണം. അത്രയും കൂടുതലുണ്ട് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ രക്തബീജൻ തപസ് ചെയ്ത് കഴിഞ്ഞാൽ ഫലമുണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. അഗ്നിദേവനെയാണ് തപസ് ചെയ്തതേ, അപ്പം അതിൻ്റെ ഫലം എന്തായാലും കിട്ടും. പിന്നീട് മഹാദേവനെയാണ് തപസ് ചെയ്തത് പിന്നത്തെ ജന്മത്തിൽ, അപ്പോൾ അതിൻ്റെ ഫലമായി. അപ്പോൾ ആ രക്തബീജനെ ഈ മഹാദേവിമാർ സപ്തമാതാക്കൾ വധിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. പിന്നെ മഹാകാളി തന്നെ വേണ്ടി വന്നു. സംഹാരകാരകയായിട്ടുള്ള മഹാകാളിക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിച്ചുള്ളൂ. അത് വിസ്തരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് മറ്റൊരു കാളി ഭാഗവതമായിട്ട് മാറും. അതുകൊണ്ടായിരിക്കാം അത് 3 അധ്യായങ്ങളെ കൊണ്ട് ദേവി ഭാഗവതത്തിൽ പറഞ്ഞു വെച്ചത്. എന്ന കൂട്ടത്തിലാണ് ഇവിടെയും ഈ കാളി ശംഖചൂടനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് പാശുപതാസ്ത്രമൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അത് പ്രയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അശരീരി കേട്ടു. മഹാദേവൻ പറഞ്ഞു, വേണ്ട വേണ്ട, അതൊന്നും നടക്കില്ല. അതിനേക്കാൾ കൂടുതൽ ഭക്തിയുണ്ട്, വരവലുണ്ട് ശംഖചൂടന് എന്ന്. വല്ലാത്തൊരു ഭാവമാണ് ഈ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള ഈ ഭക്തിയും ഭഗവാനും ഭക്തിയും, അല്ലെങ്കിൽ ഭഗവതിയും ഭക്തനും തമ്മിലുള്ള ഈ ബന്ധം. അത് വളരെ നല്ലോണം ശരിക്കും പഠിക്കേണ്ടതാ. ലക്ഷ്യം ശരിയായി എങ്കിൽ പിന്നെ ഇവരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. കാരണം നിശ്ചയദാർഢ്യം വളരെ കൂടുതലാണ്. അത് ദേവന്മാർക്കില്ല. ദേവന്മാർ അപ്പളേക്ക് ഉള്ള സുഖം അത്രേ അവർ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ ആ ലക്ഷ്യം പഴച്ചു. അതാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്യുന്ന ലീലകളാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം, അത് ഈ 3 ഭാവത്തിൽ ദേവനായാലും ദേവിയായാലും ഒരേപോലെ തന്നെ ചെയ്യുന്നത് ഈ നാനാത്വത്തെ ഇപ്രകാരത്തിൽ ചില ഈ ന്യൂനങ്ങൾ ചേർത്തിട്ടാണ്. ദേവന്മാർക്ക് ഭക്തി ഇല്ലാണ്ട് പോയി, നിശ്ചയദാർഢ്യമില്ല. പക്ഷെ അവർ സാത്വികത അവരെ സ്ഥായി ഭാവമായതുകൊണ്ട് ഈ ദേവന്മാരൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അതേപോലെയല്ല, നിശ്ചയദാർഢ്യമുണ്ട്, ലക്ഷ്യബോധം പഴിച്ചു. അപ്പം എന്തായി? അസുരന്മാരുടെ ഈ തപസ്സിൻ്റെ ഭക്തിയുടെ തീവ്രതയും മറ്റു കാര്യങ്ങളൊക്കെ ലക്ഷ്യം പഴിച്ചപ്പോൾ പഴിച്ചു. ഇപ്പം നമ്മൾ കാണാറില്ലേ, നമ്മുടെ ലൗകിക ജീവിതത്തിൽ എത്രയോ ആളുകൾ എല്ലാം ഉണ്ടായിട്ടും വേണ്ടതൊന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതെവിടെയോ ഒരു ന്യൂനമുണ്ട്. ആ ന്യൂനത്തെ പരിഹരിച്ചാലോ അവർക്ക് വളരെ ഉയർന്ന രീതിയിൽ പോകാൻ സാധിക്കും. അതാണ് അതിൻ്റെ നിയമം. അപ്പം അതിനെ കണ്ടുപിടിക്കലാണ് ഉപാസന കൊണ്ട് നമുക്ക് കിട്ടുക. നമ്മളറിയാതെ കണ്ട് വേറെ അടുത്തും പോകുകയൊന്നും വേണ്ട. ഉപാസന കൃത്യമായാൽ മതി. ഉപാസന കൃത്യമായാൽ അതിനനുസരിച്ച് ഈ ദേവാനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പുരാണങ്ങൾ കേൾക്കുന്നതും അതിന് വേണ്ടിയിട്ടാവണം. അസുരന്മാർ എന്തുകൊണ്ട് ഇങ്ങനെ ദേവകളാൽ വധിക്കപ്പെടുന്നു, ദേവന്മാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് അസുരന്മാരെ കൊണ്ട്, ഇത് പഠിക്കണം. അപ്പോഴാണ് പുരാണം പഠിച്ചതിനുള്ള ഫലമാവുള്ളൂ. ഇപ്പോൾ പുരാണത്തെ അറിയുന്ന ഭാഷയിൽ പഠിക്കണം. ഇംഗ്ലീഷ് ആച്ചാൽ ഇംഗ്ലീഷ്, ഹിന്ദി ആച്ചാൽ ഹിന്ദി, ലോക്കൽ ഭാഷ വെച്ചാൽ അത്, മലയാളം ആച്ചാൽ മലയാളം, സംസ്കൃതം നല്ലോണം അറിയുന്നവർക്ക് അതിനെ മതി. അതല്ല വെച്ചാൽ
അവിടെയും ഇവിടെയും ഓരോ ശ്ലോകമൊക്കെ പറഞ്ഞിട്ട് അതാണ് കേമെന്ന് വിചാരിക്കും. മുഴുവനാവില്ല എന്നർത്ഥം. അതിങ്ങനെ ആവർത്തിച്ച് പറയും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പൂർണ്ണത കിട്ടില്ല. പൂർണ്ണത കിട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ വ്യാഖ്യാനം മുഴുവനെ അതൊരു അതിൻ്റേതായിട്ടുള്ള സാരത്തെ നഷ്ടപ്പെടാതെ കൊണ്ട് മുഴുവൻ പറയണം. അല്ലെങ്കിൽ അത് ഇതാണ് ഭാഗവതം വിചാരിച്ചിരിക്കും, ഇതാണ് ശിവപുരാണം വിചാരിക്കും, ഇതാണ് ദേവീഭാഗവതം വിചാരിക്കും. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് പൂർണ്ണമായിട്ട് കിട്ടണം. അപ്പോഴാണ് ഈ സ്വഭാവത്തിന് മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ കഥാരുചിയായിട്ട് ഇങ്ങനെ പോവും. അത് ചിലപ്പോൾ പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്തോ അതിൻ്റെ മാറ്റർ കിട്ടില്ല എന്ന് സാരം. അതാണ് ഇന്നത്തെ പ്രശ്നം. അതാണ്. അപ്പോൾ ഭാഷയിലുള്ളത് വായിക്കുക, ഭാഷയിലുള്ളത് ആവർത്തിച്ച് വായിക്കുക. അത് ഏറെക്കുറെ പൂർണ്ണമാണ് എന്ന് തോന്നുന്നത് തിരഞ്ഞെടുത്തിട്ട് വായിക്കുക. പദാനുപദ തർജ്ജമ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതല്ലെങ്കിൽ ഇതിൻ്റെ സത്ത് ചോരാതെ കണ്ട് ഉള്ള അത് തിരഞ്ഞെടുത്ത് വായിക്കണം. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ദംഭൻ്റെ കാര്യം പറയാണ്. ദംഭനു നൽകി വരം പുത്രലാഭമായി ഭൂലോക ജേതാവായി തീരാൻ ജനാർദ്ദനൻ. ഗർഭിണിയായി പത്നി ദംഭനം തുഷ്ടനായി വീട്ടിലും നാട്ടിലും നൽകി വെട്ടം സതി. ശ്രീകൃഷ്ണതോഴൻ സുധാമാവ് രാധതൻ ശാപത്താലെത്തിയേ ദംഭന്റെ പുത്രനായി പെറ്റു സതി ഒരു വീരനാമുണ്ണിയെ. ജാതകർമാദികൾ ചെയ്തു വിധിയുടെ പേരിട്ടു ശംഖചൂടൻ എന്നു താതനും. വേഗം വളർന്നു ശിശു കാട്ടിക്കേളികൾ സന്തുഷ്ടരായി ബാലലീലകൾ കാൺകവേ വിദ്യയുമേകി യഥാവിധി സദ്ഗുരു. സാധാരണ ഈ അസുരന്മാരുണ്ടായിക്കഴിഞ്ഞാൽ വേഗം വളരെ അങ്ങനെയാണ്. ഇവിടെ ബാലലീലയൊക്കെ വിസ്തരിച്ച് പറയേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ ഈ എന്താണോ അതിൻ്റെ ഉള്ളിലുള്ള വെച്ചാൽ അത് മനസ്സിലാക്കണം. അപ്പോഴേ അത് ശരിക്കാവുള്ളൂ. ഇവിടെ സുധാമാവ് വൈഷ്ണവനാണ്. അപ്പോൾ ആ വൈഷ്ണവ തേജസ്സോട് കൂടിയിട്ടാണ് വരണത്. കുട്ടികളുടേതായിട്ടുള്ള ഏത് ലീലകളും അച്ഛനമ്മമാരെ ഒരു ലേശം സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്തും. ശുണ്ഠിയുള്ളവരുടെ ശുണ്ഠി ഇല്ലാണ്ടേക്കും. ചില കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിനാണ് ദോഷിച്ചാൽ ഭർത്താവിൻ്റെ ഈ ദോഷത്തെ ഭാര്യയുടെ ഗുണം കൊണ്ട് ഭർത്താവിൻ്റെ ദോഷം ഇല്ലാണ്ടേക്കും. ഭാര്യയ്ക്ക് ഈ സ്ത്രീക്കാണ് ദോഷമെങ്കിൽ അത് ഭർത്താവിൻ്റെ ഗുണം കൊണ്ട് ഭാര്യ സൽസ്വഭാവിയായിട്ട് മാറുന്നു കാണാം. അപ്പോൾ ഇത് അങ്ങനെയാണ് ഈ ദംഭൻ്റെ മകനായിട്ടുള്ള ഈ ശംഖചൂടൻ അവിടെ കുറച്ചൊരു അവസരഭാവത്തെ ഇല്ലാണ്ടേക്കുന്ന. അത് ഈ ബാലലീലയൊക്കെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ജൈഗീഷവ്യമുനി നൽകി തപസ്സിനായി വിദ്യകൾ ബ്രഹ്മാവിനെ തപസ് ചെയ്യുവാൻ. ഉഗ്ര തപസ്സിൻ ഫലമായി വിരിഞ്ചനും വന്നേകേറെ വരം ശംഖചൂടന്. ശംഖചൂടൻ്റെ സ്തുതി കേട്ടു പത്മജൻ ആവശ്യവും കേട്ടു സ്വർഗം ഭരിക്കുവാൻ. എന്നോട് യുദ്ധത്തിൽ ദേവകൾ തോൽക്കണം അപ്പോൾ തഥാസ്തു എന്നോതി വിരിഞ്ചനും. ശ്രീകൃഷ്ണനാമ കവചമേകി വിധി ചൊല്ലി ഇത് ജയം നൽകും എവിടെയും. ശംഖചൂടാ ചെല്ലു ധർമ്മധ്വജ സുത ഉണ്ട് തുളസി ബദരി വനാശ്രമേ. അപ്പം ശംഖചൂടൻ്റെ വധുവായിട്ടുള്ളത് മഹാവിഷ്ണു തന്നെ അനുഗ്രഹിച്ച് കുശധ്വജൻ്റെ ധർമ്മധ്വജൻ എന്നുള്ള വംശത്തിൽ പറഞ്ഞതായിട്ട് രാജാവ്. ആ രാജാവിന് മകളായിട്ട് രമ തന്നെ വേദധ്വനി എന്നൊറ്റ പേര്, വേദവതി, ആ പേരിൽ ജനിച്ച് വീണ്ടും തുളസിയായിട്ട് ജനിച്ചുള്ള കുട്ടിയാണ്. ആ കുട്ടിയെയാണ് ഇപ്പോൾ ഈ ശംഖചൂടന് വിവാഹം കഴിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് എത്തിക്കുകയാണ് ബ്രഹ്മാവ്. ശംഖചൂടാ ചെല്ലു ധർമ്മധ്വജ സുത ഉണ്ട് തുളസി ബദരി വനാശ്രമേ. നമ്മൾ ഈ സൂര്യൻ്റെ പിന്നാലെ ശിവൻ ഓടി എന്നൊരു പ്രയോഗം ഭാഗവതത്തിലും അവിടെ ഇവിടെയൊക്കെ കാണാം. മഹാവിഷ്ണുവിനെ കുറച്ചൊരു നിന്ദയോട് കൂടിയിട്ട് ഈ ധർമ്മധ്വജൻ്റെ പൂർവികർ, അവിടെ യുഗങ്ങൾ കുറേ വ്യത്യാസമുണ്ട്, 27 യുഗം വ്യത്യാസമുണ്ട് കേട്ടോ. അന്ന് അങ്ങനെ ശിവനെ മാത്രം ഭജിച്ചുകൊണ്ട് അത് സൂര്യന് ഇഷ്ടമായില്ല. അപ്പോൾ സൂര്യൻ ശപിച്ചു ശ്രീ പോട്ടെ എന്ന്. ശ്രീ നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ശിവന് സമ്മതമായില്ല. അപ്പോൾ ശിവൻ സൂര്യനെ വധിക്കാൻ വേണ്ടി ചെന്നു. സൂര്യനും ശിവനും കൂടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ മഹാവിഷ്ണു 2 പേരെ ആശ്വസിപ്പിച്ചു. ശിവനോട് പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, അങ്ങയുടെ ഭക്തൻ്റെ കുടുംബത്തിൽ ഞാൻ
ഈ ശ്രീയെ തന്നെ അങ്ങോട്ട് ജനിപ്പിക്കാം പുത്രിയായിട്ട്. ലക്ഷ്മി ദേവി അവിടെ ജനിച്ചോട്ടെ എന്ന് പറഞ്ഞു. അത് മതി, അപ്പോൾ സന്തോഷമായി. എന്നാൽ ഇനി ശിവനോട് പറഞ്ഞു ഇനി സൂര്യനോട് കോപം വേണ്ട. ഇല്ല, അവർ രണ്ടുപേരും ലോകിയായി. ഇങ്ങനെയാണ് ആ രംഗം അവസാനിച്ചത്. അപ്പോൾ ആ കുട്ടിയാണ് അവിടെ. വേൾക്കുക വേണം തുളസി തപസ്വിയെ വാഴു പതിവ്രതയൊത്തു ചിരം മുത ഇങ്ങനെ ചൊല്ലി മറഞ്ഞോ ശതധൃതി തുഷ്ടനായി ദൈത്യൻ നമിച്ചു വിരിഞ്ചനെ. ചെന്നോപദര്യാശ്രമത്തിൽ മഹാസുരൻ കണ്ടു തുളസിയെ സൗന്ദര്യറാണിയെ തേജസ്വിനി നല്ല ശീലം കുലീനത കണ്ടു മധുരമായി ചൊല്ലി ദിതീസുതൻ. സുന്ദരി ആരു നീ എന്തിനാണീ തപസ് അച്ഛനാര കുലം ചൊല്ലു രഹസ്യവും ചൊല്ലി സനകൻ മുനിയോടു സൽക്കഥ കാമം നിറച്ചുള്ള വാക്കിൻ മറുപടി. കാമം നിറച്ചുള്ള വാക്കിൽ മറുപടി ചൊല്ലി തുളസി ഞാൻ ധർമ്മധ്വജ സുത ചെയ്യുന്നുവൻ തപം പോകേണമങ്ങുടൻ. മോഹം ജനിപ്പിക്കും സ്ത്രീദേഹം എപ്പോഴും ബ്രഹ്മാവും കൂടി സുതയെ വേട്ടു പുരാ. മായ കാട്ടും നരവീര്യം ഹരിച്ചിടും നിന്ദനീയ വിഷം തീറ്റും പുരുഷനെ ചങ്ങലക്കിട്ടു വലയിക്കും പുത്രരും ജ്ഞാനിയെ പോലും കൊടുക്കും എന്നിങ്ങനെ ചൊല്ലിയപ്പോൾ ശങ്കചൂടനോദി മുത ദേവി നീ ചൊല്ലിയതൽപ്പം ശരി തഥാ കേൾക്കൂ പതിവ്രതാ ശക്തി സ്വരൂപിണി. ഭർത്താവിന്മാനവും ജീവനും രക്ഷക പാപമേറ്റിട്ടില്ല എൻ മനമൽപ്പവും നീയും പതിയെ ലഭിക്കാൻ കൊതിപ്പവൾ വന്നു വിധിയുടെ വാക്കിനാൽ ഞാനിഹ ഗാന്ധർവമായി വേൾക്കാം നിന്നെ ഞാനിപ്പോഴേ. ദേവി ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ചാണ് ഈ ഭാഗങ്ങളൊക്കെ പറയണത്. അപ്പോൾ അവിടെ സ്ത്രീയുടെ സ്വഭാവ ചാബല്യങ്ങളെക്കുറിച്ച്, സ്ത്രീക്ക് അടിമയാവരുത് എന്ന് തുളസി വളരെ വിസ്തരിച്ച് ശംഖചൂഡനോട് പറയുന്നുണ്ട്. പുരുഷനെ ഈ സംസാരത്തിൽ കുടുക്കുക എന്നതാണ് സ്ത്രീ ചെയ്യുക. ഓജസ്, തേജസ്, വീര്യം ഇതൊക്കെ നഷ്ടമാക്കും, ലക്ഷ്യം പോലും പഴപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീയെ വിശ്വസിക്കരുത്. സ്ത്രീകളുടെ ഈ ചാബല്യം എന്നുള്ളത് ഒരാളെ മാത്രം സ്വീകരിച്ചാൽ പോരാ, പിന്നെയും കുറേ ആൾക്കാരെ സ്വീകരിക്കണമെന്ന് തോന്നുന്ന ഒരു ഭാവമാണ്. അപ്പോൾ അതൊക്കെ കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. മാത്രമല്ല സ്നേഹം പുറമേക്ക് നടിക്കും. രതി കൊടുക്കാത്ത പുരുഷനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ ചതിക്കും, വഞ്ചിക്കും, വെച്ചാൽ ഹനിക്ക് തന്നെ ചെയ്യും. അങ്ങനെ അനവധി കാര്യങ്ങൾ സ്ത്രീ ചാബല്യ ഭാവത്തെ നല്ലോണം തുളസി പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ അല്പല്പം ശരിയാണ് എങ്കിലും അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് സമർത്ഥിച്ചു ശംഖചൂഡൻ. അതിനുശേഷം സ്ത്രീയെ പുരുഷൻ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്, അതിൻ്റെ സാത്വിക ഭാവങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ വിസ്തരിച്ച് കൃഷ്ണൻ പറഞ്ഞത് തുളസിയോട് പറഞ്ഞു. അതേപോലെ രാധ പറഞ്ഞുള്ള കാര്യങ്ങൾ തുളസി ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ രണ്ടുപേരും വേദസാരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും, സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചും, പ്രപഞ്ചത്തിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇച്ഛ ഉണ്ടാക്കി തീർത്തതാണ്. അതുകൊണ്ട് ആ വാദത്തെ, അതൊരു വേദസാരാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വാദിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, വേഗം വിവാഹം കഴിക്കൂ, കുറച്ച് കാലേ ഉള്ളൂ. ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള ഈ അനുഗ്രഹം, ഭോഗസുഖങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും സ്വീകരിക്കേണ്ടത് മുഴുവൻ സ്വീകരിക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കല്യാണം കഴിക്കണം, കുട്ടികളെ ഉണ്ടാവണം. ഒരു കുട്ടികളുണ്ടായി എൻ്റെ കഥയില്ല, ഉണ്ട്. പക്ഷെ അവരുടെ വളർച്ച എല്ലാം കീഴടക്കുന്നതായിട്ടൊരു ഭാവം. ഇവിടെ ബ്രഹ്മാവിനോട് ആകെ വരം വാങ്ങിയത് ദേവന്മാർ എന്നോട് തോൽക്കണം എന്ന് മാത്രമേ വരം വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ ആ വരം കൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ശംഖചൂഡൻ ദേവന്മാരെ മാത്രം വിരോധിക്കുന്നതായിട്ട് ശംഖചൂഡൻ. അങ്ങനെയാണ് വന്നത്. ആ തുളസിയുടെ പാതിവ്രത്യവും ഈ ശംഖചൂഡന് ജയിക്കാനുള്ള കാരണമായിട്ട്, പിൻബലമായിട്ട് വന്നു, ഒരു താങ്ങായിട്ട് വന്നു. ഇപ്പോൾ ജലന്ധരനും അങ്ങനെയല്ലേ ഉണ്ടായത്. അതും വൃന്ദ എന്നുള്ള പേരിലാണ് തുളസി. അവിടെ കാലനേമിയുടെ സുതയായിട്ടാണ്. ഇവിടെ കുശധ്വജൻ്റെ പുത്രിയായിട്ടാണ്. അപ്പം ഈ തുളസിയുടെ ഈ സൽസ്വഭാവം, ഏത് വേഷമാണോ കെട്ടിച്ചാൽ ആ വേഷം നന്നായിട്ട് ആടണം. ഇവിടെ
അസുരൻ്റെ പത്നിയായിട്ടായപ്പോൾ ദേവന്മാർക്ക് പ്രിയം അങ്ങനെയല്ല. തൻ്റെ ഭർത്താവ് ഈശ്വരനാണ്. ആ തൻ്റെ ഭർത്താവിനെ രക്ഷിക്കുക. അതിനൊരു പൂർവ്വജന്മ ബന്ധമുണ്ട്. അത് ഗോലോകത്തിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഈ ഗോലോകത്തിൽ പറ്റില്ല. കൃഷ്ണൻ്റെ അവിടെയും രാധയുടെ അവിടെയും പറ്റില്ല. അപ്പോൾ അവിടുന്ന് ഭൂമിയിലേക്ക് ശാപഹേതുവായിട്ട് വന്നു. അങ്ങനെയാണ് യോജിക്കണത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ പാപം ലവലേശം വന്നിട്ടില്ല. അപ്പം മനസ്സാണ് ശുദ്ധമാവേണ്ടത്. പ്രവൃത്തി എന്നുള്ളത് അത് ലൗകികമാണ്, ഭൗതികമാണ്. അത് അതിൻ്റേതായ ചേഷ്ടകൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ചിലപ്പോൾ സത്തും അസത്തും ഒക്കെ കാണും. പക്ഷേ മനസ്സ് ശുദ്ധമാണെങ്കിൽ, ഇപ്പോൾ സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഭൗതികമായിട്ട് തെറ്റാം. ഭോഗത്തിൻ്റെ മക്കളല്ല വേണ്ടത്. അപ്പോൾ അവിടെ ആ തെറ്റിനെ മറികടക്കുന്നത് മനഃശുദ്ധി കൊണ്ടാണ്. ആ മനഃശുദ്ധി സത്യമാണെങ്കിലോ അത് ആ കാമം അത് ഈശ്വരനാണ്. ഇനി അത് ഭഗവാൻ തന്നെ എല്ലാ ശൈവായാലും വൈഷ്ണവായാലും ശക്തിയായാലും ഒരേപോലെ പറയണം. അവരാണ് ആ ഭാവം. പാർവതി വളരെ ഗംഭീരമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഈ ഭാവമാണ് ഞാൻ എന്ന്. കാരണം പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. എത്ര കാലം അത് നിലനിൽക്കേണ്ട വെച്ചാൽ അത്രയും കാലം നിലനിൽക്കണം, ആത്യന്തിക പ്രളയം കഴിയുന്നത് വരെ. അപ്പം അതിനുള്ള സംസാരിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഇത് വരിക. മഹാദേവൻ രതിയുടെ ഭർത്താവായിട്ടുള്ള കാമദേവനെ തൃക്കണ്ണ് കൊണ്ട്, മൂന്നാം തൃക്കണ്ണ് അഗ്നിയിൽ ഭസ്മമാക്കി കഴിഞ്ഞപ്പോൾ രതി പ്രാർത്ഥിച്ചു. അനങ്കനായിക്കൊണ്ട് വീണ്ടും കാമദേവൻ പുനരുജ്ജീവിപ്പിച്ചു. അങ്ങനെയാണ്. ശരീരമില്ല. പക്ഷേ ശരീരമില്ലാത്ത ആ രതിക്ക് വീണ്ടും ശരീരം വേണം എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച സമയത്ത് ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ട് പ്രദ്യുമ്നനായിട്ട് കാമദേവൻ അവതരിച്ചു. വീണ്ടും കാമദേവന് രതിയും കൂടിയിട്ട് സംഗമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ലോക നിയമമാണ്. അതുകൊണ്ട് നമുക്ക് 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിവാഹവിധിയുണ്ട്. അതിൽ ഗാന്ധർവ വിധി പ്രകാരം സ്ത്രീക്കും പുരുഷനും ഇഷ്ടമാവുക, കാമുകനും കാമുകിക്കും ഇഷ്ടമാവുക, അവർ തമ്മിൽ തീരുമാനിച്ച് വിവാഹം കഴിക്കുക. ഈ രീതിയിൽ വിവാഹം കഴിക്കാനാണ് ബ്രഹ്മാവിൻ്റെ വിധി. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം എന്ന പ്രകാരം പറഞ്ഞു. ഇപ്പോൾ ഒരാൾ അസുരനാണ്, മറ്റാൾ മനുഷ്യനാണ്. അതുകൊണ്ട് അങ്ങനെ വിവാഹം കഴിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ വിധിക്കനുസരിച്ച് വിവാഹം കഴിച്ചു. ഭദ്രേ നീ ശങ്കചൂടൻ്റെ കഥകളെ സ്വർഗം ഭരിക്കുമെൻ ശ്രേഷ്ഠ ഗുണങ്ങളും ദാനവർ ദംഭന്റെ പുത്രൻ ഞാൻ, രാധതൻ ശാപത്ത ദൈത്യനായി കൃഷ്ണ സഖാവു ഞാൻ, പൂർവജന്മസ്മൃതി തന്നു ഹരിമുദ എന്നു കേട്ടോതി തുളസി സദ്വാക്കുകൾ, എന്നാൽ പരാജിതനാണ് ഭവാനിഹ, ആണിന് ഭൂഷണമല്ല ഈ തോൽവിയും. അപ്പോൾ ശങ്കചൂടൻ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു എന്ന് തുളസി ശങ്കചൂടനോട് പറയാം. അപ്പോൾ അത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് ആ തോൽവി സാരമില്ല എന്ന് പറയാം. അത് തോൽവിയല്ല, താൽക്കാലികമാണത്. സ്ത്രീയോട് തോറ്റാൽ പിതൃക്കളും മർത്യരും നിന്ദിക്കും, ആണിനെ ചത്താലും ദുര്യശസ് 12 പോകും, ബ്രാഹ്മണന് പുല, വൈശ്യൻ 15, 12 നൃപൻ, ശൂദ്രൻ 1 മാസം വാലായ്മ വന്നിടും, സ്ത്രീജിതൻ ശുദ്ധമാകില്ല ചിത വരെ, പിണ്ടും പിതൃക്കൾ കഴിക്കില്ല നൽകുകിൽ, ഏൽക്കില്ല നേദ്യം സുരർ ഫലം നൽകിടാം. തുളസി പറയുന്ന വാക്യാണ്. ഇങ്ങനെയൊക്കെ പറയണ വെച്ചാൽ എളുപ്പമല്ല. സ്ത്രീജിതത്വം വന്നു കഴിഞ്ഞാൽ എന്താ ദോഷം? സ്ത്രീക്ക് അടിമയായി കഴിഞ്ഞാൽ ആ പുരുഷൻ പിന്നെ ജീവിച്ചിട്ടൊരു കാര്യമില്ല, ജന്മേ നഷ്ടമാണ്. പൂർവികരാരും പിണ്ടം വെച്ച് കഴിഞ്ഞാലോ ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാലോ ബലി തർപ്പണം ചെയ്തു കഴിഞ്ഞാലോ സ്വീകരിക്കില്ല. അവർക്ക് പിന്നെ ജന്മമില്ല, അവർക്ക് പിന്നെ മുക്തിയില്ല. ജന്മമില്ല എന്നല്ല, അവർക്ക് മുക്തിയില്ല, നിത്യ നരക. എന്തിന്? വില പോവില്ല. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ അവരുടെ ബാക്കിയാവുന്നത് സദ് യശസ് മാത്രമാണ്. ഇത് എന്നും ദുര്യശസ്സാണ് ഉണ്ടാവുക. അപ്പോൾ ആ ദുര്യശസ് ഇങ്ങനെ വരാൻ പാടില്ല. ആണിന് സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 12 വില പോവും. ബ്രാഹ്മണനൊക്കെ ആണെച്ചാൽ, വൈശ്യനൊക്കെ ആണെച്ചാൽ 15 ദിവസം വേണം വില പോവാൻ. അതേപോലെ രാജാവിനും 12 ദിവസം കഴിഞ്ഞാൽ വില പോവും. 11ാമത്തെ ദിവസം പിണ്ടും 12ാമത്തെ ദിവസം കൂടി ആയാൽ വില പോവും. അങ്ങനെയാണ്.
ഈ സ്ത്രീജിതനാണെങ്കിലോ മരിക്കണ വരെ വില പോവില്ല. എന്നാലോചിച്ച് നോക്കൂ, എത്ര വലിയ കഷ്ട. അങ്ങനെ അങ്ങനെ സ്ത്രീകൾക്ക് അടിമയായി കഴിഞ്ഞാൽ അത് ഒരിക്കലും മുക്തി കിട്ടാത്തൊരവസ്ഥയാണ്. എന്തിന്? അവര് പിണ്ടം വയ്ക്കുമ്പോൾ പൂർവികരാരും അത് സ്വീകരിക്കില്ല. പൂജ, നേദ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേവന്മാർ അത് സ്വീകരിക്കില്ല. അപ്പം ഇതിലും കൂടി ഒരു മഹാപാപം എന്താ ഉള്ളത്? ഇപ്പോൾ ഒരു കാരണവശാലും സ്ത്രീക്ക് അടിമയാവരുത്. സ്ത്രീയാൽ ഹതം ചെയ്യും യാഗപൂജാദികൾ, ദാനം, ജപം, തപസ് വ്യർത്ഥമാകും സ്ഥിരം. ചൊല്ലിയ തുളസി തവ ജ്ഞാനം കാണുവാൻ ചെയ്തു പരീക്ഷണം കാമിനി തന്നെ ഞാൻ. ഇപ്പോൾ സ്ത്രീയുടെ കൈ കൊണ്ട് മരിക്കുക, സ്ത്രീയുടെ കൈ കൊണ്ട് മറ്റേ അടി കിട്ടുക, അങ്ങനല്ലേ, ഹേളനം ചെയ്യുക, ഭാര്യ ഒരു ഭർത്താവിനെ ഇങ്ങനെ അവമാനിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ജന്മം നഷ്ടമാണ്. ആ പിതൃക്കൾക്കൊന്നും പിന്നെ മുക്തിയില്ല. ഇതിലും വലിയൊരു മഹാശാപം രണ്ട് കുടുംബത്തിനും വേറെ വരാലില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. തുളസി പറയാണ്. അപ്പം അങ്ങനെ ദാനം, വ്രതം, ജപം, പൂജ, ശ്രാദ്ധം എന്ത് ചെയ്താലും ഫലിക്കില്ല. കാരണം എന്താ? ഈ പ്രകൃതിക്ക് അടിമയായിക്കൊണ്ടിരിക്കുക. അതാണ് സ്ത്രീക്കടിമ. അവരുടെ ഹേളനം. ഭൂമി ചിരിക്കുന്നു എന്ന ഭാഗവതത്തിലൊരു അധ്യായമുണ്ട്, ദ്വാദശസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം. ഇത് മുഴുവൻ എൻ്റെയാണ് എന്ന് ഞാൻ കണക്കാക്കുക. അങ്ങനെ കണക്കാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ അതിന് അടിമയാണ്. അപ്പോൾ ശ്രദ്ധ, പൂജ ചെയ്യുമ്പോൾ ശ്രദ്ധ എന്താ ഉണ്ടാവുക? ഞാൻ എൻ്റെ സ്വത്തിലാണ് ഈ ശ്രദ്ധ. എൻ്റെ സുന്ദരിയായിട്ടുള്ള ഭാര്യയിൽ, യോഗ്യരായിട്ടുള്ള മക്കളിൽ, സമ്പാദിച്ചു കൂട്ടിയ വലിയ ധനസമ്പത്തിൻ്റെ ആധിക്യം, അതിൽ യശസ്, ജ്ഞാനം, സ്വന്തം സൗന്ദര്യം, അങ്ങനില്ല, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധ വയ്ക്കുക. അപ്പോൾ പൂജയുടെ ഫലം ഉണ്ടാവുമോ? അതാണ് പറഞ്ഞതിൻ്റെ കാര്യം. എല്ലാവരാലും അവമാനിതനായിക്കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഭഗവാനിലാണ് ശ്രദ്ധയുണ്ടാവുക. ബാക്കിയുള്ളതൊന്നും നമ്മളെ സ്വീകരിക്കണില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഭഗവാനിൽ ശ്രദ്ധയുണ്ടാവും, ആ പൂജ സ്വീകരിക്കപ്പെടും, അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. അതാണ്. അപ്പോൾ വൈരാഗ്യത്തോട് കൂടിയിട്ടാണ് കുറച്ച് എല്ലാ ഭൗതിക ലൗകികത്തിനെ മുഴുവൻ കുറച്ച് അകറ്റിയിട്ടാണ് നിർത്തേണ്ടത്. അനുഭവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ആസക്തി പാടില്ല എന്നേ ഉള്ളൂ. അങ്ങനെ അതിൽ ശ്രദ്ധയില്ലാത്ത ഭാവത്തിലാണ് ഈ പൂജാദികൾ ചെയ്യുന്നതെങ്കിലോ നമുക്ക് വലിയ നേട്ടമാണ് ഉണ്ടാവുക, ജീവിതം ധന്യമാവും. കാരണം ഈ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ മനസാവാച കർമ്മണ, മനസാവാചസ കർമ്മണ, അത് മുഴുവൻ ദേവന്മാരായാലും പിതൃക്കളായാലും ലോകമായാലും സ്വീകരിക്കും. അത് പിന്നീടേ അറിയുള്ളൂ, ഇപ്പം അറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ അങ്ങയുടെ ജ്ഞാനം എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ പരീക്ഷിച്ചതാണ് എന്ന് തുളസി ശംഖചൂഡനോട് പറഞ്ഞു. ശംഖചൂഡനും പറയാം, കാരണം ത്രികാല ജ്ഞാനം ഉണ്ട്, അതുകൊണ്ടാ. പിന്നെ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുകയും ചെയ്തല്ലോ. ബ്രഹ്മാവും അനുകൂലിച്ച് വരികയാണ്. അപ്പോഴേക്കും വിധി എത്തി ചൊല്ലിയുടൻ ശംഖചൂഡ തർക്കം വേണ്ടിനി താമസം. ഗാന്ധർവരീതിയിൽ വേട്ടു സുഖിക്കണം, രത്നങ്ങൾ സ്ത്രീ പുമാൻ ഒന്നായി തീരണം. നിങ്ങൾ രണ്ടുപേരും രത്നങ്ങളാണ്. സ്വർണം രത്നത്തോടു കൂടി ചേർന്ന് കഴിഞ്ഞാൽ ശോഭ കൂടി എന്ന കൂട്ടത്തിൽ ഈ പുമാൻ സ്ത്രീയോട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് സംഭവിക്കട്ടെ, വേഗം വിവാഹം കഴിക്കൂ. കാന്തനാണ് സതി, വേണ്ട പരീക്ഷണം. നിങ്ങൾക്കു നല്ലതോ വന്നിടും പാരിതിൽ, ദേവാസുര ദൈത്യ ദാനവ ഹുങ്കൃതി. ശംഖചൂഡൻ തീർക്കും നിന്നിഷ്ടം തന്നിടും. അപ്പോൾ ദേവന്മാരിപ്പോൾ കുറച്ചധികം ഈ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അസുരന്മാരെ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ദ്രോഹം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പം ഇല്ലാണ്ടാവും. നിങ്ങൾ തമ്മിൽ യോജിക്കണം, എന്നാലേ അത് നടക്കുള്ളൂ. വേഗം ചെയ്തോളൂ. കാലം കഴിഞ്ഞവൻ ഗോലോകമെത്തിടും, നീയും യഥാകാലം ചേർന്നിടും വിഷ്ണുവിൽ. അനവധി കാലം രണ്ടുപേരും തപസ് ചെയ്തിട്ടുണ്ട്. ഗോലോകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ശംഖചൂഡനും വിഷ്ണുവിൽ ചേരാൻ വേണ്ടിയിട്ട്, കൃഷ്ണനിൽ ചേരാൻ വേണ്ടിയിട്ട് തുളസി, വേദവതി, തുളസി, ലങ്കാലക്ഷ്മി, പാഞ്ചാലി ഒക്കെ ഈ മായാസീത, ഛായാസീതയായിട്ട് രാവണൻ്റെ അവിടേക്ക് പോയ അശോകവനികയുടെ അവിടെ ഇരിക്കണ ആ ദുഃഖിച്ചിരിക്കുന്ന ദുഃഖപുത്രി ഛായാസീത, അതൊക്കെ ഈ തുളസിയാണ്.
അപ്പോൾ ഇവരെ കൃഷ്ണനിലും വിഷ്ണുവിലും ചേരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അതൊക്കെ കിട്ടും ഈ ജന്മത്തിൽ ലാസ്റ്റാ, പിന്നെ വേണ്ട. കാലം കഴിഞ്ഞിവൻ ഗോലോകമെത്തിടും, നെയ്യും യഥാകാലം ചേർന്നിടും വിഷ്ണുവിൽ. ബ്രഹ്മാവ് പോയപ്പോൾ ശംഖചൂടൻ മുത വേട്ടു തുളസിയെ ഗാന്ധർവരീതിയിൽ. എത്തി വധൂവരർ ദൈത്യഗേഹത്തിലായി വാണു സുഖിച്ചു സ്വയൗവന ചേഷ്ടയാൽ. രാജനായി ശംഖചൂടൻ 3 ലോകവും കീഴടക്കി പാതിവ്രത്യ ബലത്തോടെ. അപ്പോൾ 3 ലോകവും സ്വന്തമാക്കി എന്ന് പറഞ്ഞു വെച്ചു. ഈ ഒരു അധ്യായം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാം. ശിവകഥയിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ശംഖചൂഡ തുളസി രംഗത്തെ പറയണത്. അതേപോലെ ദേവീഭാഗവതത്തിലും ഈ ഒരു രംഗം പറയുന്നുണ്ട്. പല പുരാണങ്ങളിലും അത് വിസ്തരിച്ച് പറയണം. നമുക്കും ആ ഒരു ഭാവത്തിലെത്താൻ സാധിക്കട്ടെ. പുരുഷൻ്റെയും സ്ത്രീയുടെയും ന്യൂനതകളും ശ്രേഷ്ഠതകളും നന്നായിട്ട് പറയുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ശംഖചൂഡ തുളസി ബന്ധം വളരെ വിസ്തരിച്ച് എല്ലാ പുരാണങ്ങളിലും പറയാനുള്ള കാരണം. നമ്മുടെ മനസ്സും അതുപോലെ ശുദ്ധമാവട്ടെ, മുക്തി കിട്ടട്ടെ. ഓം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം ഹൗം നമഃ ശിവായ.